എലപ്പുള്ളി ബ്രൂവറി വിഷയത്തിൽ ടൗൺ പ്ലാനർ നൽകിയ ലേ ഔട്ടിൽ എതിർപ്പ് പ്രകടിപ്പിച്ച എലപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി. മദ്യക്കമ്പനി വന്നാൽ പഞ്ചായത്ത് മരുഭൂമിയാകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു. കോടതിയിൽ കേസ് നടക്കുന്നതിനാൽ തീരുമാനമാകും വരെ ഒരു അനുമതിയും നൽകില്ലെന്ന നിലപാടിൽ ഭരണസമിതി. അടക്കം 14 ലക്ഷം രൂപയ്ക്ക് കുടിവെള്ളം സപ്ലൈ ചെയ്തിട്ടുണ്ട് ടാങ്കർ ലോറിയിൽ. അങ്ങനെയുള്ള ഒരു പഞ്ചായത്തിൽ ഇത് റെഡ് സോണിൽ പെട്ടതല്ല എന്ന് എന്ത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ സെക്രട്ടറിക്ക് കൊടുക്കാൻ കഴിയും? അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഇതിലിപ്പോൾ പറയുന്നുണ്ട് 4 ഏക്കർ തണ്ണീർത്തടത്തിൽ കിടക്കുന്ന ഒരു പ്രദേശമാണ് എന്ന്. ആ തണ്ണീർത്തടത്തിൽ കിടക്കുന്ന പ്രദേശം നമ്മൾ പഞ്ചായത്ത് KLU കമ്മിറ്റി കൂടിയിട്ട് അവർക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കൃഷിയോഗ്യമാക്കണം, കൃഷിസ്ഥലമാണ് എന്ന് പറഞ്ഞാൽ അവർ അതിന് ഒരു മറുപടിയും തന്നിട്ടില്ല എന്ന് മാത്രമല്ല കൃഷി ചെയ്തിട്ടുമില്ല. ഈ ഒരു കമ്പനി വന്നാൽ ഈ പ്രദേശം മൊത്തം മലിനമാകില്ല എന്ന് പറയാൻ കഴിയുമോ? സെക്രട്ടറിക്ക് കഴിയുമോ? ഗവൺമെൻറ്റിന് കഴിയുമോ? അപ്പോൾ ഒരിക്കലും കഴിയില്ല. പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ ഒപ്പം നിൽക്കാനാണ്, ജനങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിൽക്കാനാണ് പഞ്ചായത്ത് തീരുമാനിച്ചിട്ടുള്ളത്. വിവരങ്ങളുമായി അജിത് ബാബു ഉണ്ട്. അജിത്, ഈ ബ്രൂവറി വിഷയത്തിൽ വിവാദങ്ങൾ ഒഴിയുന്നില്ല. ഇപ്പോൾ ഈ ടൗൺ പ്ലാനർ നൽകിയ ലേഔട്ടിലെ എന്ത് കാരണമാണ് ഭരണസമിതിക്ക് എതിർപ്പ് ഉളവാക്കാൻ ആധാരമായത്? വിശദാംശങ്ങൾ. അഖിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്താകെ ചർച്ചയായ വിഷയമാണ്. ആ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ, അതായത് ടൗൺ പ്ലാനർ ഒരു ലേഔട്ടിന് അനുമതി നൽകുകയും അതിന്റെ പകർപ്പ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നൽകുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഈ വിഷയത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കാരണം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന കേസാണെന്നുള്ളതാണ് പഞ്ചായത്ത് ഭരണസമിതി പറയുന്നത്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഇപ്പോൾ ഇത്തരത്തിലൊരു നീക്കം നടത്തിയത് അനുവദിക്കാൻ കഴിയുന്നതല്ല. ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ പഞ്ചായത്തിനെ കൂടി മുഖവിലക്കെടുക്കാതെ ഇങ്ങനത്തെ നീക്കങ്ങൾ നടത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പഞ്ചായത്ത് ഭരണസമിതി ചോദിക്കുന്നത്. ഇത്തരത്തിൽ ഈ 11 മാർഗനിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് ഏതാണെങ്കിലും ഇത്തരത്തിൽ അതിനൊന്നും കഴിയുന്ന സ്ഥലമല്ല. റെഡ് സോണിൽ പെടുന്ന സ്ഥലമാണ്. വലിയ തരത്തിലുള്ള കുടിവെള്ള പ്രശ്നം നിലനിൽക്കുന്ന സ്ഥലമാണ്. അങ്ങനെ ഒരു പ്രദേശത്ത് ഏത് ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഒരു ഈ ബ്രൂവറി വന്നാൽ ഇവിടുത്തെ ജനങ്ങളാകെ വലിയുകയും മരുഭൂമിയാകുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് സ്വീകരിക്കുമെന്നും പഞ്ചായത്ത് ഭരണസമിതി അറിയിക്കുന്നു. അതേസമയം ഈ വിഷയത്തിൽ BJPയും സമാനമായി ഇന്ന് വിഷയത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തി. BJPയുടെ പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെ ഈ കാര്യത്തിൽ കോടതി നടപടികൾ നടക്കുന്നതുവരെ ഈ കാര്യത്തിൽ ഒരു തീരുമാനവും ഉണ്ടാവരുതെന്നുള്ള ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തിലേക്ക് അടക്കം കടക്കുന്ന സാഹചര്യം ഉണ്ടായി. അതേസമയം CPMന്റെ ഈ കാര്യത്തിലെ നിലപാട്, നിലവിൽ ടൗൺ പ്ലാനർ ലേഔട്ടിന്റെ ഒരു അംഗീകാരം നൽകിയതിന്റെ അറിയിപ്പ് മാത്രമാണ് പഞ്ചായത്തിൽ ലഭിച്ചിട്ടുള്ളത്. പഞ്ചായത്തിൽ അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള നടപടികളും ഈ കാര്യത്തിൽ തുടർ നടപടികളും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എന്തിനാണ് ഈ കാര്യത്തിൽ ഒരു പഞ്ചായത്ത് കമ്മിറ്റിയിൽ അജണ്ട തന്നെ കൃത്യമായി അറിയില്ല. മാത്രമല്ല പെർമിറ്റിന്റെ ഫയൽ പഞ്ചായത്തിൽ വന്നിട്ടില്ല. ആ ഫയൽ വന്നെങ്കിൽ മാത്രമേ കാര്യങ്ങൾ വ്യക്തമായുള്ളൂ. അപ്പോൾ മാത്രമാണ് നിലപാട് വ്യക്തമാക്കേണ്ടതെന്നും CPM പറയുന്നു. അതായത് ഈ 11 നിബന്ധനകളും അംഗീകാരം ലഭിച്ചാൽ മാത്രമേ കെട്ടിട നിർമ്മാണത്തിന് പെർമിറ്റ് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് പെർമിറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ പഞ്ചായത്തിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് CPMന്റെ നിലപാട്. കോടതിയിൽ കേസ് നടക്കുന്നതിനാൽ തീരുമാനമാകും വരെ ഒരു അനുമതിയും നൽകില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഭരണസമിതി ബ്രൂവറി വിഷയത്തിൽ. അജിത് ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.